നമസ്കാരം. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള കർഷകരുടെ മാർച്ച് അതിന്റെ വീര്യം ഒട്ടും ചോരാതെ തന്നെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും അവരെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും വിശദമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓരോ മണിക്കൂറുകളിലും പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ഒരു ചർച്ച നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ താൽക്കാലികമായി കർഷകർ സമരം അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നതാണ് ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ വന്ന വിവരം. പക്ഷേ ഈ കർഷകർ തന്നെയാണോ സമരം നയിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ ഈ സാഹചര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട്. കാരണം OP ഇന്ത്യ പങ്കുവച്ച ഒരു റിപ്പോർട്ടിൽ അവർ പറയുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന കർഷക പ്രക്ഷോഭങ്ങൾക്കിടയിൽ ചില ഗുണ്ടകൾ അല്ലെങ്കിൽ ചില തീവ്രവാദികൾ കൂടി കയറി പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാരണം പോലീസിനെ ആക്രമിക്കാൻ പറയുന്ന ഒരു സംഘം ആളുകളെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. പോലീസുകാർക്ക് നേരെ ഇവർ കല്ലെറിയുന്നുമുണ്ട്. ഇവരുടെ പ്രവൃത്തിയെല്ലാം തന്നെ വിശദമായി വീഡിയോ ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. നീല വസ്ത്രം ധരിച്ച ഒരു ഗുണ്ട പോലീസിനെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ വിശദമായ വിവരങ്ങളും അതിലുണ്ട്. തൊപ്പി ധരിച്ച ആളുകൾക്ക് ഞങ്ങളെ തടയാൻ കഴിയില്ല, അതായത് ഈ പോലീസുകാർക്ക് ഞങ്ങളെ തടയാൻ കഴിയില്ല, ഞങ്ങൾ നിങ്ങളുടെ തല വെട്ടും, ഞങ്ങൾ നിങ്ങളെ കൈകൊണ്ട് തകർക്കുമെന്നാണ് ഒരു കർഷക നേതാവ്. ഈ കർഷകൻ എന്നതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം അല്ലെങ്കിൽ യഥാർത്ഥ നിർവചനം എന്തെന്നറിയില്ല. എന്തായാലും ഈ കർഷകരെന്ന് അവകാശപ്പെടുന്നവർ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. മറ്റൊരു വീഡിയോയിലോ ആവട്ടെ സിംഗു അതിർത്തിയിൽ ക്രമസമാധാന നില പരിപാലിക്കുന്നതിന് അവിടെ നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഉപകരണങ്ങൾ, അവരുടെ സംരക്ഷണ ഉപകരണങ്ങൾ ലാത്തിയും മറ്റും പിടിച്ചെടുക്കുന്ന ഒരു കൂട്ടത്തെ കാണാൻ സാധിക്കും. മറ്റൊരു വീഡിയോയിലാവട്ടെ DSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനോട് പോലും നിങ്ങൾ ഇപ്പോൾ തന്നെ തിരിച്ചു പോകണമെന്ന് ആക്രോശിക്കുന്ന ഈ സോ കോൾഡ് കർഷകരെ കാണാൻ സാധിക്കും. ഇവരൊക്കെ കർഷകരാണോ എന്നത് സംശയിക്കും. ഈ കർഷകരുടെ യഥാർത്ഥ രൂപം കണ്ട് ജനങ്ങളും ആകെ പരിഭ്രാന്തിയിലാണ്. നമ്മളെപ്പോഴും കർഷകൻ എന്നൊക്കെ പറയുമ്പോൾ വളരെ സ്നേഹമുള്ള അല്ലെങ്കിൽ ഏറെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് നമുക്കൊക്കെ അന്നമൂട്ടുന്ന വളരെയധികം ത്യാഗം സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ എന്നൊക്കെയാണ് വിലയിരുത്തുന്നത്. പക്ഷേ ഈ കർഷക സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആ മുഖമല്ല ഉള്ളത് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ വീഡിയോ നൽകുന്നത്. പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടി വീഡിയോ ദൃശ്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.